ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവം ഒരുക്കിയ മനുഷ്യരാശിയുടെ രക്ഷയുടെ സന്ദേശമാണ് ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കുവാനായിട്ട് യേശുക്രിസ്തുവിന്റെ അരുമ ശിഷ്യനായിരുന്ന യോഹന്നാൻ നമുക്ക് എഴുതി നൽകിയ ലേഖനത്തിലെ 2 വാക്യം വായിച്ചുകൊണ്ട് അതിലെ ചിന്ത അല്പം ചിന്തിക്കാം എന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 1 John chapter 4 verse 9 and 10. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്: ദൈവം സ്നേഹം തന്നെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. എന്താണ് യഥാർത്ഥ സ്നേഹം? എന്താണ് സാക്ഷാൽ സ്നേഹം? സാക്ഷാൽ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിക്കു വേണ്ടി, സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ ഉന്നമനത്തിനു വേണ്ടി, ഉയർച്ചയ്ക്കു വേണ്ടി, നന്മയ്ക്കു വേണ്ടി ചില കാര്യങ്ങൾ ചെലവിടുന്നതാണ്. സ്വയമായിട്ട് ചില കാര്യങ്ങൾ അതിനുവേണ്ടി ചെലവിടപ്പെടുന്നതിനെയാണ് യഥാർത്ഥ സ്നേഹം, സാക്ഷാൽ സ്നേഹം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് 100 പ്രാവശ്യം പറയുകയും അതേസമയം അത്യാവശ്യ ഘട്ടങ്ങളിൽ തനിക്ക് ചില ആവശ്യങ്ങളുടെ മുഖത്തായിരിക്കുമ്പോൾ ബുദ്ധിമുട്ടിന്റെ സാഹചര്യത്തിൽ സഹായിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് യഥാർത്ഥ സ്നേഹം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് സ്വാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണ്. അത് സാക്ഷാൽ സ്നേഹമല്ല. സാക്ഷാൽ സ്നേഹം അത് പ്രകടമാകുന്ന സ്നേഹമാണ്. അത് പ്രത്യക്ഷമാകുന്ന സ്നേഹമാണ്. ഇവിടെ ദൈവത്തെ യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ്, ദൈവം സ്നേഹം തന്നെ. ദൈവം സാക്ഷാൽ സ്നേഹം ആയിരിക്കുന്നു. ആ യഥാർത്ഥ സ്നേഹം, സാക്ഷാൽ സ്നേഹത്തെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ സ്നേഹം പ്രത്യക്ഷമായ സ്നേഹമാണ്. അത് പ്രകടമായ സ്നേഹമാണ്. അത് സ്നേഹമെന്ന് പറയുക മാത്രമല്ല, അത് പ്രകടമായി നമുക്ക് കാണത്തക്ക രീതിയിൽ നമ്മോട് അത് പ്രകടമാക്കിയ, പ്രത്യക്ഷമാക്കിയ ഒരു സ്നേഹമാണ് എന്നുള്ളതാണ് യോഹന്നാൻ ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. എന്നാൽ ആ സ്നേഹം എങ്ങനെയാണ് പ്രകടമാകുന്നത്? ദൈവത്തിന്റെ സ്നേഹം, നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹം അത് എങ്ങനെയാണ് പ്രത്യക്ഷമായത് എന്ന് ചോദിച്ചാൽ, തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ആണ് നമുക്ക് സ്നേഹം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, മറിച്ച് അവൻ തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാണ്. യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചിട്ടാണ് തന്റെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം നമ്മോട് പ്രത്യക്ഷമായത്. നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായത് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാണ്. എന്തിനാണ് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്? ഈ വാക്യത്തിൽ 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, നാം അവനാൽ ജീവിക്കേണ്ടതിന്. നാം അവനാൽ ജീവിക്കേണ്ടതിന്. ഇത് ഇവിടെയാണ് നമ്മോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സ്നേഹം പ്രത്യക്ഷം ആകുന്നത്. നാം അവനാൽ ജീവിക്കേണ്ടതിന്, യേശുക്രിസ്തുവിനാൽ നാം ജീവിക്കേണ്ടതിന്. നാം ഇപ്പോൾ ജീവിക്കുന്ന അവസ്ഥയിലല്ലേ? നാം ഒരുപക്ഷെ ജീവിക്കുന്ന അവസ്ഥയിലാണ് എന്നിപ്പോൾ പറയുമായിരിക്കാം. എന്നാൽ ആത്മീയമായിട്ട് നാം മരിച്ച അവസ്ഥയിലാണ്. മരിച്ച അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത അവസ്ഥയിൽ. നമുക്കറിയാം, പാപത്തിനും ദൈവത്തിനും യാതൊരു നിലയിലും ബന്ധപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. പരിശുദ്ധനായ ദൈവത്തിന് പാപത്തെ ഒരു നിലയിലും അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആ നിലയിൽ പാപിയാകുന്ന ഞാൻ മരിച്ച അവസ്ഥയിൽ ആയിരിക്കുന്നു. എന്റെ ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ദൈവം യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നാം അവനാൽ ജീവിക്കേണ്ടതിന്, വീണ്ടും ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു നൽകേണ്ടതിന് വേണ്ടിയാണ്
യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. മറ്റൊരു കാര്യം കൂടെ നമ്മോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിനെ അയച്ചത് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുവാനാണ്. ഇത് രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. നാം അവനാൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പരിഹരിച്ചു കിട്ടിയാൽ മാത്രമേ നമുക്ക് ജീവനിലേക്ക്, ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുവാൻ. എന്താണ് ഈ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ? പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് പകരമായിട്ട്, ഞാൻ ഏൽക്കേണ്ടിയിരുന്ന ശിക്ഷ എനിക്ക് പകരമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് എന്നെ സ്വതന്ത്രനാക്കുന്ന, എന്നെ അത് ഇല്ലാത്ത അവസ്ഥയിൽ ആക്കുന്ന അനുഭവമാണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ. നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് ഒരു ഉദാഹരണം എടുക്കാം. നാം ഗൾഫ് നാടുകൾ ഒക്കെ കേൾക്കുന്ന ഒരു വാർത്തയാണ്. അബദ്ധത്തിൽ ചില കുറ്റകൃത്യങ്ങൾ ചെയ്തു പോയാൽ അവിടെ വലിയൊരു തുക കൊടുത്താൽ മാത്രമേ വിടുവിക്കപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ മരണശിക്ഷയാണ് അവർക്ക് വിധിച്ചത് എന്നുള്ള കഥകൾ, എന്നുള്ള അനുഭവങ്ങൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ ആ ഒരു വലിയ തുക കൊടുക്കുവാനായിട്ട് ഒരുപക്ഷെ ആ വ്യക്തിക്ക് സാധിക്കുകയില്ല, ഒരുപക്ഷെ ആ കുടുംബത്തിനും സാധിക്കണമെന്നില്ല. എന്നാൽ ചില സന്മനസ്സുകൾ ഒരുമിച്ച് ചേർന്ന് ആ തുക കളക്ട് ചെയ്ത് അദ്ദേഹത്തിന് പകരമായിട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ സ്വതന്ത്രനായി വിടുന്നു. അതാണ് പ്രായശ്ചിത്തം. ഒരു വ്യക്തി കൊടുക്കേണ്ടിയിരുന്ന തുകയായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന് പകരമായിട്ട് മറ്റാരോ അത് കൊടുത്താൽ അദ്ദേഹത്തെ അതിൽ നിന്ന് സ്വതന്ത്രൻ ആക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ കർത്താവായ യേശുക്രിസ്തു ഞാൻ ഏൽക്കേണ്ടിയിരുന്ന പാപത്തിന്റെ ശമ്പളമായ ആ നിത്യമരണം എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ദൈവത്തിൽ നിന്നുള്ള വേർപാട്, ആ ഒരു അനുഭവത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി ആ അനുഭവം എനിക്ക് വേണ്ടി അനുഭവിച്ചതാണ് യേശുക്രിസ്തു. അതാണ് പ്രായശ്ചിത്ത മരണം. എനിക്ക് വേണ്ടി യേശുക്രിസ്തു എന്റെ നിത്യ മരണത്തിന്റെ അനുഭവം ഏറ്റെടുത്തുകൊണ്ട് എന്നെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതാണ് സുവിശേഷ സന്ദേശം. അവിടെയാണ് നാം രക്ഷയുടെ അനുഭവം നാം അവിടെ കാണുന്നത്. അവിടെയാണ് സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം പ്രകടമാകുന്നത്, പ്രത്യക്ഷമാകുന്നത്. ദൈവം സ്നേഹം തന്നെ എന്ന് പറയുക മാത്രമല്ല, അത് നമ്മോട് പ്രത്യക്ഷം ആയി. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്ത മരണമായി തീർന്നുകൊണ്ടാണ് അത് പ്രത്യക്ഷമായത്. ഇതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ നമ്മുടെ അവസ്ഥ നോക്കിയിട്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. നാം എത്രമാത്രം നല്ല മനുഷ്യരാണ് എന്ന് നോക്കിയിട്ടല്ല ദൈവം സ്നേഹിച്ചത്. നമ്മുടെ ഉള്ള അവസ്ഥയിലാണ് ദൈവം നമ്മെ സ്നേഹിച്ചത്. നമ്മുടെ പാപങ്ങളെ നാം തിരിച്ചറിയുന്നുവെങ്കിൽ, നമ്മുടെ യഥാർത്ഥ അവസ്ഥ നാം മനസ്സിലാക്കുന്നുവെങ്കിൽ, നമുക്ക് വേണ്ടിയാണ് ആ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് പ്രായശ്ചിത്തം ആകുവാനായിട്ട് ഇടയായി തീർന്നത്. നിങ്ങൾ ആര് ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നോ അവർക്ക് ദൈവം ഈ നീതി നൽകുവാനായിട്ട് ഇടയായിത്തീരും, ഈ പാപക്ഷമ നൽകുവാനായിട്ട് ഇടയായിത്തീരും. അല്ലെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലന്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ജീവൻ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആത്മീയമായിട്ട് മരിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ജീവന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. ഇതാണ് രക്ഷയുടെ സന്ദേശം. ഈ ഒരു സന്ദേശം, ഈ ഒരു സ്നേഹം ആര് മനസ്സിലാക്കുന്നോ, ആര് അതിനോട് പ്രതികരിക്കുന്നുവോ അവർക്ക് ദൈവം രക്ഷയുടെ അനുഭവം നൽകുവാനായിട്ട് ഇടയായിത്തീരും. അവരുമായിട്ട് ദൈവം ബന്ധപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഈ അനുഭവത്തിലേക്ക് വരുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കുമാറാകട്ടെ. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുകയും യേശുക്രിസ്തു എന്റെ പാപത്തെ ചുമന്നുകൊണ്ടാണ്, എന്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ടാണ് യേശുക്രിസ്തു മരിച്ചത് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അതിനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. ദൈവനാമം